ചാനൽ ചർച്ചകളിൽ പൊട്ടിത്തെറിച്ചവർക്കൊന്നും സീറ്റില്ല. പ്രതീക്ഷയോടെ CPMന്റെ ഭാഗമായ MV നികേഷ് കുമാറിനും മോഹഭംഗം. ഭരണ തുടർച്ചയ്ക്കായി പിണറായിയുടെ മാസ്റ്റർ പ്ലാനിൽ പഴയ മുഖങ്ങൾ ഇടം പിടിച്ചു. സ്പീക്കറായി തിളങ്ങിയ ഷംസീറിനെ ഒഴിവാക്കിയെങ്കിലും മുഹമ്മദ് റിയാസിന് പ്രത്യേക പരിഗണന ലഭിച്ചു. അണികൾക്ക് ആവേശമായത് കാരായി രാജന്റെ തിരിച്ചുവരവ്. സ്വരാജ് ഇല്ല, ജയ്ക്കില്ല, ഐസക് ഇല്ല, സരിൻ ഇല്ല, മണിയില്ല, ഷംസീർ ഇല്ല, സുധാകരൻ ഇല്ല, ജയരാജന്മാരും ഇല്ല. എല്ലാവർക്കും പകരമായി മരുമോനുണ്ട്. ഇതാണ് CPMന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച പ്രതിഷേധ സ്ലോഗൻ. ഭരണ തുടർച്ചയെന്ന ഏക ലക്ഷ്യത്തിലേക്ക് CPM കണ്ണുവച്ചപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവരക്തങ്ങൾക്കും പുതുമുഖങ്ങൾക്കും കടുത്ത നിരാശയാണുണ്ടായത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി തൊണ്ടകീറി വാദിക്കുന്നവരും AKG സെന്ററിലെ വിശ്വസ്തരുമായ പല പ്രമുഖ യുവ നേതാക്കളും ഇക്കുറി പുറത്താണ്. M സ്വരാജ്, PM ആർഷോ, ചിന്ത ജെറോം തുടങ്ങിയ പ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കാത്തത് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങിയ MV നികേഷ് കുമാറിനും ഇത്തവണ CPM സീറ്റ് നൽകിയില്ല. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി നിന്ന് എതിരാളികളെ നേരിടുന്ന പലരും പട്ടികയിൽ വെട്ടിനിരുത്തപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, SFI നേതാക്കളായ PM ആർഷോ, M ശിവപ്രസാദ്, മുൻ വനിതാ കമ്മീഷൻ അംഗം ചിന്ത ജെറോം എന്നിവർക്കൊന്നും സീറ്റ് ലഭിച്ചില്ല. ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി എത്താറുള്ള KS അരുൺകുമാർ, ജേക്ക് C തോമസ് എന്നിവരെയും ഇക്കുറി പരിഗണിച്ചില്ല. ചാനലുകളിൽ പോയി പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും പലപ്പോഴും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നവർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പയറ്റി തെളിഞ്ഞ പഴയ മുഖങ്ങളെ തന്നെ കളത്തിലിറക്കാനാണ് CPM തീരുമാനം. 75 സ്ഥാനാർത്ഥികളിൽ വെറും 13 പേർ മാത്രമാണ് പുതുമുഖങ്ങൾ. സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തിയത് യുവ നേതാക്കളുടെ മോഹങ്ങൾക്ക് പാരയായി. മട്ടന്നൂരിൽ VK സനോജ് മാത്രമാണ് യുവ പ്രാതിനിധ്യമായി എടുത്തു പറയാവുന്ന പുതുമുഖം. തലശ്ശേരിയിൽ MN ഷംസീറിന് പകരം കാരായി രാജനും തളിപ്പറമ്പിൽ PK ശ്യാമളയുമാണ് മത്സര രംഗത്തുള്ളത്. വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കാര്യമായ വർധനവില്ല. 10 വനിതകളാണ് പട്ടികയിലുള്ളത്. മന്ത്രിമാരായ വീണ ജോർജ്, R ബിന്ദു എന്നിവർക്കൊപ്പം KK ശൈലജയും വീണ്ടും ജനവിധി തേടുന്നു. പാർട്ടിക്ക് വേണ്ടി ഊർജ്ജസ്വലരായി നിന്ന യുവ നേതാക്കളെ വെട്ടിനിരത്തിയെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. എന്നാൽ വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്നും ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകുമെന്ന് ഏവരും കരുതി. എന്നാൽ അതും സംഭവിച്ചില്ല. വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടായി. ഭരണ തുടർച്ചയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായപ്പോൾ സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്കവരും പഴയ മുഖങ്ങൾ, പേരിന് മാത്രമായി പുതുമുഖങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ഇടപെടൽ നടത്തിയത്. സിറ്റിംഗ് MLAമാരിൽ ഒട്ടുമിക്കവരും മത്സരിക്കട്ടെ എന്ന തീരുമാനം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും തിരിച്ചടിയായി. തലശ്ശേരിയിൽ സ്പീക്കർ MN ഷംസീറിന് പകരം കാരായി രാജൻ മത്സരിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കാരായി രാജൻ. NDF നേതാവ് ഫസൽ വധക്കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിലാകുകയും ജാമ്യം ലഭിക്കുകയും ചെയ്ത കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവാണ് തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിത്വം. പ്രാദേശികമായി കാരായി രാജനുള്ള ജനകീയത കൂടി കണക്കിലെടുത്താണ് ഈ നീക്കം. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇത്തവണ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലം MV നികേഷ് കുമാറിന് ലഭിക്കുമെന്നായിരുന്നു സംസാരം. ഗോവിന്ദൻ മാഷിന്റെ പിന്തുണയോടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ MV നികേഷ് കുമാറിന് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകാൻ നറുക്കുവീണില്ല. അവസാന നിമിഷം ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അതേ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ കണ്ണൂർ CPMൽ രൂക്ഷമാണ്.